ഹായ് ഓൾ, പരീക്ഷകളെല്ലാം ഇങ്ങെത്തി. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കേണ്ട സമയമാണ്. എന്താണ്? നമ്മുടെ റിവിഷൻ ടൈമാണ് ഇനി വരാനായിട്ട് പോകുന്നത്, അല്ലെ? അപ്പോ നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. 10th, 12th, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മളൊരു റാങ്ക് മേക്കിംഗ് സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണെന്നല്ലേ? നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ആ ലിങ്കിലൂടെ നിങ്ങൾ കയറുന്നത് വഴി ഒരു തേർഡ് പാർട്ടിയുടെ സഹായം ഇല്ലാതെ തന്നെ ഡയറക്ട്ലി ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ തുടങ്ങുന്നവരും തയ്യാറെടുത്ത് പകുതിയിൽ എത്തി നിൽക്കുന്നവരുമെല്ലാം ഇനി അടുത്ത റിവിഷൻ ടൈമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സസും എല്ലാം തന്നെ ആപ്പില് ഫുള്ളി ഫ്ലഡ്ജ് ആയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് എക്സാംസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും എല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടികകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് രാജ്യസഭയുടെ സീറ്റ് വിഭജനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലൂടെ ഷെഡ്യൂൾ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടിക ഏതാണ് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മുടെ ഭരണഘടനയിലുള്ള എല്ലാ പട്ടികകളും എന്തൊക്കെയാണെന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുമല്ലോ? അപ്പൊ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുക, എന്നോടൊപ്പം തന്നെ പഠിച്ചു വരിക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നോക്കിക്കോളൂ, ഇന്ത്യൻ ഭരണഘടനയിലെ പട്ടികകൾ. എന്താണ് ഈ പട്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മുടെ ഭരണഘടനയിലെ ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് കുറച്ച് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഏരിയാസ് ആയിരിക്കും. കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്ന ഒരു ഏരിയാസ് ആണെങ്കിൽ അത് ഭരണഘടനയുടെ ഉള്ളിലിടാതെ അത് സെപ്പറേറ്റ് ആയിട്ട് ഭരണഘടനയുടെ അവസാനം ഓരോരോ പട്ടികയിലായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അതാണ് നമ്മൾ പട്ടിക അഥവാ സ്കെഡ്യൂൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കറിയാം നമ്മൾ പ്രധാനമായും PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഭാഗം ചോദിക്കാറുണ്ട്, അല്ലെ? ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഇന്ന കാര്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം ചോദിക്കാറുണ്ട്, അല്ലെ? ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പട്ടികയും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഇന്ത്യൻ ഭരണ പഠിക്കുമ്പോൾ ബേസ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട, തുടക്കത്തിൽ തന്നെ ബേസ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇവിടെ എത്ര പട്ടികകൾ അഥവാ ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്? 8 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. എത്രയാണ്? 8 പട്ടികകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഭരണഘടനയിൽ വീണ്ടും പട്ടികകൾ കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, ഭരണഘടനയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് എങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ എങ്കിലും ഇടണമെങ്കിൽ അവിടെ എന്ത് പ്രോസസ്സ് നടക്കണം? ഭരണഘടനാ ഭേദഗതി നടക്കണം, അല്ലെ? ഈ ഭരണഘടനാ ഭേദഗതി നടന്നാൽ മാത്രമേ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഭരണഘടനയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ 8ാമത്തെ പട്ടികയ്ക്ക് ശേഷം പിന്നീട് 9, 10, 11, 12 എന്നീ 4 പട്ടികകൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ അത് കൂട്ടിച്ചേർത്തത് ഏതൊക്കെയോ ഭേദഗതികളിലൂടെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോ തുടക്കത്തിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു, എത്ര സ്കെഡ്യൂളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ? 8 സ്കെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ നിലവിൽ എത്ര എണ്ണമാണ്? 12 സ്കെഡ്യൂളുകളാണ് ഉള്ളത്. അപ്പൊ പട്ടിക എന്താണെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പട്ടിക തിരിച്ചിങ്ങനെ എഴുതി വെക്കത്തില്ലേ? ആ സെയിം സാധനം തന്നെയാണ്. കുറച്ച് വിവരണാത്മകമായ രൂപമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ വിവരണാത്മകമായ രൂപത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
പട്ടികകൾ അഥവാ സ്കെഡ്യൂളുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, പട്ടിക എന്താണെന്ന് ക്ലിയർ ആയല്ലോ. തുടക്കത്തിൽ 8 എണ്ണം, ഇപ്പോൾ 12 എണ്ണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയാണ് നമ്മളെ ടാസ്കിലേക്ക് കടക്കുന്നത്. എന്ത് ചെയ്യുക? ഓരോ പട്ടികയിലും എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. എന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു വന്നാൽ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. ഓക്കെ, ആദ്യം നമ്മൾ പോകുന്നത് ഒന്നാമത്തെ പട്ടികയിലേക്കാണ്. എന്താണ് ഒന്നാം പട്ടികയിലെ പ്രതിപാദ്യ വിഷയം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടല്ലോ, അവയുടെയൊക്കെ പേരും അതിന്റെയൊക്കെ ബൗണ്ടറീസും കാര്യങ്ങളും ഒക്കെയാണ്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് എവിടെ കൊടുത്തിട്ടുള്ളത്? ഒന്നാം പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ എവിടെയൊക്കെ സംസ്ഥാനങ്ങൾ എന്നുള്ള വാക്ക് വരുന്നോ അവിടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരുകൾ എഴുതി ചേർക്കേണ്ട കാര്യം വരുന്നില്ല. ഒന്നാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ പിന്നീട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാൻ എവിടെ പോയാൽ മതി? ഒന്നാമത്തെ പട്ടികയിൽ പോയാൽ മതി അല്ലെ? അപ്പൊ ഒന്നാം പട്ടികയിൽ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കാം: സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. മനസ്സിലായോ? എന്തൊക്കെയാണ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും? അതായത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളും ബൗണ്ടറീസും കാര്യങ്ങളും ഒക്കെയാണ് എവിടെ വരുന്നത്? ഒന്നാമത്തെ പട്ടികയിൽ വരുന്നത്. പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി അതിനകത്ത് ഒരു സംശയവും ഇല്ലല്ലോ. ഒന്നെന്ന് കേട്ടാൽ സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശം എന്ന് നമ്മുടെ മനസ്സിൽ വരും. ഇനി രണ്ടാമത്തെ പട്ടികയിൽ എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചിരിക്കുക. രണ്ടാമത്തെ പട്ടികയിലാണ് വിവിധ സ്ഥാനീയങ്ങളുടെ ശമ്പളത്തെ പറ്റിയിട്ടും ആനുകൂല്യങ്ങളെ പറ്റി അഥവാ അലവൻസുകളെ പറ്റിയിട്ടും പ്രതിപാദിക്കുന്നത്. വിവിധ സ്ഥാനീയങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ രാഷ്ട്രപതി, ഗവർണർ, അതുപോലെ തന്നെ എന്താണ് മുഖ്യമന്ത്രി തുടങ്ങിയവരുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന, ഉന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ആ സ്ഥാനങ്ങൾക്ക് എന്തൊക്കെയാണ്, എത്രയൊക്കെയാണ് ശമ്പളമെന്നും എന്തൊക്കെയാണ് അവരുടെ ആനുകൂല്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? നമ്മുടെ രണ്ടാമത്തെ പട്ടികയിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ രണ്ടെന്ന് കേട്ടാൽ ശമ്പളം എന്ന് നമ്മുടെ മനസ്സിൽ വരണം. ഒന്നെന്ന് കേട്ടാൽ സംസ്ഥാനം, രണ്ടെന്ന് കേട്ടാൽ ശമ്പളം. മനസ്സിലായോ? അപ്പൊ വിവിധ സ്ഥാനീയങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളുമാണ്. ഇനി മൂന്നാമത്തെ പട്ടികയിലേക്ക് പോയാലോ? മൂന്നാമത്തെ പട്ടിക എന്ന് കേട്ടാൽ 3 സത്യപ്രതിജ്ഞ എന്ന വാക്കാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വിവിധ സ്ഥാനീയങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവുമാണ്. ഇപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അറ്റോർണി ജനറൽ, അവരുടെയൊക്കെ ഒരു ഫോർമാറ്റ് ഒക്കെയാണ് എവിടെ കൊടുത്തിട്ടുള്ളത്? ഈ മൂന്നാമത്തെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ മൂന്നാമത്തെ പട്ടിക എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട വാക്ക് എന്താണ്? സത്യപ്രതിജ്ഞയാണ്. 1 സംസ്ഥാനം, 2 എന്താണ്? ശമ്പളമാണ്. 2 ശമ്പളം, 3 സത്യപ്രതിജ്ഞ. മറന്നു പോകത്തില്ലല്ലോ. വിവിധ സ്ഥാനീയങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവുമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. സിമ്പിൾ ആയിട്ട് സ്റ്റേറ്റ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. 2 എന്ന് പറഞ്ഞാൽ ശമ്പളം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ശമ്പളം, ശമ്പളം. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സത്യപ്രതിജ്ഞ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ സ്റ്റേറ്റ് ആയി, ശമ്പളമായി, സത്യപ്രതിജ്ഞയായി. എങ്കിൽ നമുക്ക് നാലാമത്തെ പട്ടികയിലേക്ക് പോകാം. 4 എന്താണ്? രാജ്യസഭാ സീറ്റുകളുടെ വിഭജനമാണ്. നമുക്കറിയാം രാജ്യസഭാ സീറ്റുകൾ ഓരോ സംസ്ഥാനങ്ങൾക്കായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഇത്ര സീറ്റുകൾ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് അവിടെ സീറ്റുകൾ വിഭജിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? നാലാമത്തെ പട്ടികയിൽ പറയുന്നത്. അപ്പൊ 1 സ്റ്റേറ്റ്, 2 ശമ്പളം, 3 സത്യപ്രതിജ്ഞ, 4 എന്താണ്? രാജ്യസഭ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? രാജ്യസഭാ സീറ്റുകളുടെ വിഭജനമാണ് എവിടെ പറയുന്നത്? നാലാമത്തെ പട്ടികയിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ. 1 സ്റ്റേറ്റ്, 2 ശമ്പളം, 3 സത്യപ്രതിജ്ഞ, 4 എന്താണ്? രാജ്യസഭയാണ്. എങ്കിൽ നമ്മൾ പോകുന്നത് 5ാമത്തെ പട്ടികയിലേക്കാണ്. 5 എന്ന് കേട്ടാൽ ഗോത്രം എന്ന് ഓർത്തിരിക്കുക. എന്താണ്?
അഞ്ചെന്ന് കേട്ടാൽ ഗോത്രം എന്ന് ഓർത്തിരിക്കുക. എന്താണ് നോക്കൂ, പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്ര പ്രദേശങ്ങളുടെയും ഭരണവും നിയന്ത്രണങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? അഞ്ചാമത്തെ പട്ടികയിൽ പറയുന്നത്. മനസ്സിലായോ? അഞ്ചാമത്തെ പട്ടികയിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ പട്ടിക പ്രദേശങ്ങൾ ഉണ്ടല്ലോ, ഷെഡ്യൂൾഡ് ഏരിയാസ്. ഓക്കെ, ഷെഡ്യൂൾഡ് ഏരിയാസ് ഉണ്ട്. തന്നെ പട്ടിക ഗോത്ര പ്രദേശങ്ങളുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസ് ഉണ്ട്. അവിടത്തേക്ക് ഭരണം എങ്ങനെയായിരിക്കണം, അവിടത്തേക്ക് ബാക്കിയുള്ള നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള വ്യവസ്ഥകളാണ് എവിടെ പറയുന്നത്? അഞ്ചാമത്തെ പട്ടികയിൽ പറയുന്നത്. അപ്പൊ 4 പറയുന്നത് രാജ്യസഭയുടെ സീറ്റ് വിഭജനമാണെങ്കിൽ 5 പറയുന്നത് ഗോത്ര പ്രദേശങ്ങളുടെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്ര പ്രദേശങ്ങളുടെയും ഭരണത്തെ പറ്റിയിട്ടും നിയന്ത്രണങ്ങളെ പറ്റിയിട്ടുമാണ് പറയുന്നതെന്ന് പഠിച്ചിരിക്കുക. മനസ്സിലായോ? അപ്പൊ 5 നമ്മൾ പഠിച്ചു തീർത്തേ. 1 എന്തായിരുന്നു? സ്റ്റേറ്റ് ആയിരുന്നു. 2 ശമ്പളമായിരുന്നു. 3 സത്യപ്രതിജ്ഞയായിരുന്നു. 4 രാജ്യസഭാ സീറ്റുകളുടെ വിഭജനമാണ്. 5 എന്താണ്? ഗോത്ര പ്രദേശങ്ങളുടെ കാര്യമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ 6ാമത്തെ പട്ടികയിലേക്ക് പോകുന്നു. 6 കേട്ടാൽ എന്ത് ഓർമ്മ വരണം? കുറച്ച് സംസ്ഥാനങ്ങളുടെ പേര് ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ മറ്റേത് 5 പറഞ്ഞാൽ എന്താണ്? പ്രദേശങ്ങൾ, പട്ടിക പ്രദേശങ്ങളും പട്ടിക ഗോത്ര പ്രദേശങ്ങളും ആയിരുന്നു. അത് സെപ്പറേറ്റ് ആണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടികയാണ് 6ാമത്തെ പട്ടിക എന്ന് പറയുന്നത്. അതെന്താണ്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ശ്രദ്ധിക്കണേ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓക്കെ, AMMT എന്നോ അല്ലെങ്കിൽ എന്താ TMMA നോക്കിക്കോളൂ. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണമാണ്. ഓക്കെ, അവിടെ സെപ്പറേറ്റ് ആയിട്ട് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ 4 സംസ്ഥാനങ്ങളിൽ സെപ്പറേറ്റ് കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? 6ാമത്തെ പട്ടികയിൽ പറയുന്നത്. അവിടുത്തെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് എവിടെ പറയുന്നത്? 6ാമത്തെ പട്ടികയിൽ പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ 6ാമത്തെ പട്ടിക എന്ന് കേട്ട് കഴിഞ്ഞാൽ ഗോത്രം തന്നെയാണ്, എന്നാൽ 4 സംസ്ഥാനങ്ങളുടെ പേരിന്റെ കൂടെ ഗോത്രം എന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് ആ 4 സംസ്ഥാനങ്ങൾ ഒന്ന് പറഞ്ഞേ? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഒന്നും കൂടെ പറഞ്ഞേ. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. വൺസ് മോർ. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഓക്കെ അല്ലേ? അപ്പൊ ആ സംസ്ഥാന പ്രദേശങ്ങളുടെ ഭരണമാണ് 6. ഇനി ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളത് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ പട്ടിക ഏതാണെന്നാണ് അല്ലെ. ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ്? നമ്മുടെ ഭരണഘടനയിലെ 7ാമത്തെ പട്ടികയാണ്. ഏതാണ്? നമ്മുടെ ഭരണഘടനയുടെ 7ാമത്തെ പട്ടികയാണ് ലിസ്റ്റുകളെ പറ്റി പറയുന്നത്. അപ്പൊ 5ഉം 6ഉം ഗോത്രമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഗോത്രമാണ് 5ഉം 6ഉം. 4 രാജ്യസഭാ സീറ്റുകളാണ്. 3 സത്യപ്രതിജ്ഞയാണ്. 2 ശമ്പളമാണ്. 1 സ്റ്റേറ്റ് ആണ്. 7 എന്താണ്? ലിസ്റ്റ് ആണ്. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ? പഠിച്ചു കഴിഞ്ഞല്ലോ? ക്ലിയർ ആണല്ലോ? 7 എന്തായാലും നിങ്ങൾ മറക്കരുത്. 7 എന്താണ്? ലിസ്റ്റുകളെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഇനി നമ്മൾ 8ാമത്തെ പട്ടികയിലേക്ക് പോകുന്നു. 8ാമത്തെ പട്ടികയിലാണ് ഔദ്യോഗിക ഭാഷകളെ പറ്റിയിട്ട്. ഏതൊക്കെയാണ് ഔദ്യോഗിക ഭാഷകൾ, അതിന്റെ ലിസ്റ്റുകളെ പറ്റി പറയുന്ന ആ ഒരു പട്ടികയാണ് ഏത് പട്ടിക? 8ാമത്തെ പട്ടിക. മനസ്സിലായോ? 8 കേട്ടാൽ ഔദ്യോഗിക ഭാഷകൾ. 8 ഔദ്യോഗിക ഭാഷകൾ. ക്ലിയർ ആണേ? അപ്പൊ 1 മുതൽ 8 വരെയുള്ള പട്ടികകൾ നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനിയൊരു സംശയവും ഇല്ലല്ലോ. 1 കേട്ടാൽ പെട്ടെന്ന് ഓർത്തോളൂ. എന്താ കിട്ടിയോ? 2 എന്തായിരുന്നു? ശമ്പളം. 3 എന്തായിരുന്നു? സത്യപ്രതിജ്ഞ. 4 എന്തായിരുന്നു? രാജ്യസഭ. 5ഉം 6ഉം ഗോത്രവുമായി ബന്ധപ്പെട്ടതാണ്. 7 ലിസ്റ്റുകളാണ്. 8 ഔദ്യോഗിക ഭാഷകളാണ്. കഴിഞ്ഞല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്ന പട്ടികകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്ത 4 പട്ടികകളുണ്ട്. 8 ഓൾറെഡി ഉണ്ടായിരുന്നു. 8 ശേഷം 9, 10, 11, 12 എന്നീ 4 പട്ടികകൾ എന്ത് ചെയ്തു? പിന്നീട് കൂട്ടിച്ചേർത്തതാണ്.
സോ അത് ഏതൊക്കെ ഭേദഗതി, നമുക്ക് ഇതുവരെ 8 വരെ എന്ത് പഠിക്കണ്ടായിരുന്നു, ഭേദഗതികൾ ഏതൊക്കെയാണെന്ന് പഠിക്കണ്ടായിരുന്നു, പകരം അത് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ 9 തൊട്ടുള്ളത് ഏത് ഭേദഗതിയിലൂടെയാണ് ആ പട്ടിക കൂട്ടിച്ചേർത്തതെന്ന് നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ദാ നോക്കൂ, നമ്മൾ പറഞ്ഞല്ലോ കൂട്ടിച്ചേർത്തു. എത്ര പട്ടികകൾ കൂട്ടിച്ചേർത്തു? 4 എണ്ണം കൂട്ടിച്ചേർത്തു. അപ്പൊ അടുത്ത നമ്പർ തൊട്ട് പറഞ്ഞോളൂ. 9ാമത്തെ പട്ടിക. 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർക്കുന്നത് ഏത് ഭേദഗതിയിലൂടെയാണ്? 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് കൂട്ടിച്ചേർക്കുന്നത്? 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർക്കുന്നത്. ഇതില് എന്താണ് പ്രതിപാദ്യ വിഷയം? എന്താണ്? ഭൂപരിഷ്കരണ നിയമമാണ് അല്ലെ. 9ാമത്തെ പട്ടികയിലുള്ള പ്രധാന വിഷയം ഭൂപരിഷ്കരണ നിയമമാണ്. ലാൻഡ് റിഫോംസ് ആണ്. ഭൂപരിഷ്കരണത്തെ പറ്റിയിട്ടുള്ള ആ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ഭൂപരിഷ്കരണ നിയമങ്ങളാണ് എവിടെ വരുന്നത്? 9ാമത്തെ പട്ടികയിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ 9 എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് ഇത് കൂട്ടിച്ചേർത്ത ഒരു പട്ടികയായിരുന്നു. ഏത് ഭേദഗതിയിലൂടെ? 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പട്ടികയായിരുന്നു. എന്തിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് പറയുന്നത്? ഭൂപരിഷ്കരണ നിയമത്തെ പറ്റിയിട്ടാണ്. പഠിച്ചു കഴിഞ്ഞേ? ഓക്കെ ആണേ? അപ്പൊ 9ാമത്തെ പട്ടികയാണ്. കുറെ പേർക്ക് 9ാമത്തെ ഭാഗവും 9ാമത്തെ പട്ടികയും തമ്മിൽ മാറിപ്പോകും. ഭാഗം വേറെയാണ്. 9ാമത്തെ ഭാഗം പഞ്ചായത്തുകളാണ്. ഓക്കെ, അത് നമുക്ക് അതും ഇതും തമ്മിൽ മിക്സ് ആയി പോകരുത്. ഭാഗവും ആർട്ടിക്കിൾസും നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട്, അത് നമ്മൾ അവിടെ ഇടാത്ത കാര്യം തന്നെ രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയി പോകും എന്നുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓടിച്ചാടി പോയിട്ട് ആൻസർ ചെയ്യരുത്. 9ാമത്തെ പട്ടിക എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിനകത്ത് എന്തുണ്ടാകും? പഞ്ചായത്തി രാജ് എന്നുള്ള ഓപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം കുറെ പേരെങ്കിലും ഓടിപ്പോയിട്ട് 9ാമത്തെ ഭാഗമാണ് ചോദിച്ചതെന്നും പറഞ്ഞ് എന്ത് ചെയ്യും? ആൻസർ തെറ്റിച്ചു വെക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം, ക്വസ്റ്റ്യൻ നല്ല പോലെ വായിച്ചിട്ട് വേണം ആൻസറിലേക്ക് പോകാൻ കേട്ടോ. അപ്പൊ 9ാമത്തെ പട്ടിക എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണ നിയമം. അത് കൂട്ടിച്ചേർത്തത് 1951 ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി നമ്മൾ പോകുന്നത് 10ാമത്തെ പട്ടികയിലേക്കാണ്. എന്താണ് ഈ 10ാമത്തെ പട്ടികയിൽ പറയുന്നത്? 52ാം ഭേദഗതി. നമുക്ക് ഇവിടെ 52ാം ഭേദഗതി നമുക്ക് പഠിക്കാനുള്ള ഒരു ഭേദഗതിയാണ് അല്ലെ. നമ്മുടെ സിലബസിനകത്ത് ഭരണഘടനാ ഭേദഗതികളിൽ 42, 44, 52 ഒക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ? അവിടെ നിന്നും ക്വസ്റ്റ്യൻ വരും, ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ വരും. 52ാം ഭേദഗതിയിൽ നിന്നും പട്ടിക ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലാതെ ബേസിൽ നിന്നും പട്ടിക ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കാം. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കൂടുതലായിട്ടും ഇതിൽ നിന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നാ നോക്കിക്കേ, 10ാം പട്ടിക. എന്താണ് ഈ 10ാം പട്ടികയിൽ പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമമാണ്. എന്താണ്? കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്തിൽ പറയുന്നത്? 10ാമത്തെ പട്ടികയിൽ പറയുന്നത്. ഇത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? 1985 52ാം ഭേദഗതി. നമ്മൾ 52ാം ഭേദഗതിയൊക്കെ ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ നല്ല പോലെ ആപ്പിൽ പോയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. 52 ഓരോ ഭേദഗതികളായിട്ട് സ്പെസിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് ലിങ്ക്, അത് ഇപ്പൊ നമുക്ക് വേറൊരാളുടെ സെയിൽസ് ടീമിന്റെ ഒരാളുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ മാക്സിമം നിങ്ങൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയത്തില്ല, നമ്മളിപ്പം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ആപ്പിലുണ്ട്. നിങ്ങൾ വിചാരിക്കും ക്ലാസ് മാത്രമേ ഉള്ളൂ, വെറുതെ കണ്ടന്റ് ക്ലാസ്സുകൾ മാത്രമാണെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ അതിന്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കുക. അതിന്റെ ആ ഒരു ഹോം പേജിൽ തന്നെ എക്സ്ട്രാ ക്ലാസ്സസും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ്സസും പിന്നെ മോക്ക് ടെസ്റ്റും ക്വിസും അങ്ങനെ വേണ്ട എന്തൊക്കെ നിങ്ങൾക്ക് എക്സാം പാസ്സാകാൻ അല്ലെങ്കിൽ എക്സാമിന്റെ നല്ല ഉയർന്ന റാങ്ക് നേടാൻ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഗോൾഡ് ബാച്ചിലും ജോയിൻ ചെയ്യാം. നമ്മുടെ 10th ലെവലും 12th ലെവലും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ സെപ്പറേറ്റ് ഗോൾഡ് ബാച്ചസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്റെ ഗോൾഡ് ബാച്ചസും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഗോൾഡ് ബാച്ചിൽ ചേരണമെന്ന് വെച്ചാലും നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഡെയിലി ഓരോ ടോപ്പിക്സ് തരും. ആ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കണം, നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കും. അതേപോലെ നിങ്ങളെ ഓരോ രീതിയിലും പഠിപ്പിച്ചായിരിക്കും ലൈവ് ക്ലാസ്സസ് ഒക്കെ തന്നിട്ടായിരിക്കും നമ്മൾ ആ ഒരു കോഴ്സ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പഠിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടേതായ
നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു വരാനായിട്ട് സാധിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത്. സോ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ 10ാമത്തെ പട്ടികയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 10ാമത്തെ പട്ടിക എന്ന് പറയുന്നത് 52ാം ഭേദഗതിയിലൂടെ 1985 52ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഒരു പട്ടികയാണ്. ഇതിൽ കൂറുമാറ്റമാണ് പറയുന്നത്. അപ്പൊ ഭൂപരിഷ്കരണവും കൂറുമാറ്റവും മാറിപ്പോകരുത്. 9ാമത്തെ പട്ടികയിലാണ് ഭൂപരിഷ്കരണം, 10ാമത്തെ പട്ടികയിലാണ് കൂറുമാറ്റം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പേർക്ക് കൺഫ്യൂഷൻ ആയി പോകുന്നു നമ്മളെ പിള്ളേരൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോവരുത് കേട്ടോ. എപ്പോഴും എക്സാം ഇടുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് പറയാറുണ്ട്. ഓക്കെ, അപ്പം അത് കൃത്യമായിട്ട് പഠിക്കുക. കൂറുമാറ്റം 10ഉം പിന്നെ എന്താണ് ഈ ഭൂപരിഷ്കരണം 9ഉമാണ്. ഇനി എന്താണ് നമുക്ക് 11ാമത്തെ പട്ടികയിലേക്ക് പോകാം. 11ഉം 12ഉം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പഞ്ചായത്തുകളെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ പഞ്ചായത്തി രാജ് എന്നുള്ള ആ ടോപ്പിക്കിൽ നമുക്ക് വേണം. ഭേദഗതികളിനകത്ത് 73ഉം 74ഉം ഭേദഗതി പഠിക്കാനും ഉണ്ട്. സോ അവിടെ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 2 പട്ടികകളാണ് 11ഉം 12ഉം. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാം. 11ാം പട്ടിക എന്ന് പറയുന്നത് 73ാം ഭേദഗതിയിലൂടെ നമുക്കറിയാം. 73ാം ഭേദഗതിയുടെയും 74ാം ഭേദഗതിയുടെയും വർഷം സെയിം ആണ്. ഏതാണ്? 1992 ആണ്. ഓക്കെ, അപ്പോ 1992 73ാം ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിൽ ഏത് പട്ടിക കൂട്ടിച്ചേർക്കുന്നത്? 11ാം പട്ടിക കൂട്ടിച്ചേർക്കുന്നത്. നമുക്കറിയാം 73ാം ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട 243 മുതൽ 243 വരെയുള്ള ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് 243G എന്നുള്ള ആർട്ടിക്കിൾ എന്ത് പറയുന്നു? ഈ ഒരു പഞ്ചായത്തുകളുടെ അധികാരങ്ങളെ പറ്റിയിട്ടും കടമകളെ പറ്റിയിട്ടും പറയുന്നു. അതിനകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 11ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അധികാരങ്ങളും കടമകളും എല്ലാം പഞ്ചായത്തുകൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേരെ പോയി 11ാമത്തെ പട്ടികയിൽ നോക്കണം. അവിടെ എന്താണ് അവരുടെ അധികാരങ്ങൾ എന്ന്. ഓക്കെ, അപ്പൊ അതാണ് 11ാം പട്ടിക എന്ന് പറയുന്നത്. അപ്പൊ 11 എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ വരണം 73ാം ഭേദഗതിയാണ്. ഓക്കെ, 11 എന്ന് കേട്ടാൽ എന്താണ്? 73ാം ഭേദഗതിയാണ്. വർഷം 1992 ആണ്. പഞ്ചായത്തുകൾ അധികാരങ്ങളും കടമകളുമാണ് അവിടെ പറയുന്നത്. എങ്കിൽ നമ്മുടെ അവസാനത്തെ പട്ടികയിലേക്ക് പോവുകയാണ്. അവസാനത്തെ പട്ടിക എന്താണ്? 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട 12ാമത്തെ പട്ടിക. എന്താണ് 12ാമത്തെ പട്ടിക? മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളും കടമകളുമാണ് അല്ലെ. മുനിസിപ്പാലിറ്റിയുടെ അധികാരങ്ങളെ പറ്റിയിട്ടും കടമകളെ പറ്റിയിട്ടും ആണ് 12ാം പട്ടികയിൽ പറയുന്നത്. അത് ഏത് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു? 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഏത് ഭേദഗതിയിലൂടെയാണ്? 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് കൂട്ടിച്ചേർക്കുന്നത്? ഈ 12ാമത്തെ പട്ടിക കൂട്ടിച്ചേർക്കുന്നത്. മനസ്സിലായോ? അപ്പൊ 12ാമത്തെ പട്ടിക എന്ന് പറയുന്നത് 74ാം ഭേദഗതിയിലൂടെ 1992 74ാം ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. അതിൽ മുനിസിപ്പാലിറ്റി, അപ്പം 74 മുനിസിപ്പാലിറ്റി, 73 പഞ്ചായത്ത്. അത് നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. ഇത് നമുക്ക് ഇവിടെ എങ്ങനെ പഠിക്കാം? 12 മുനിസിപ്പാലിറ്റി. 12ാമത്തെ പട്ടിക മുനിസിപ്പാലിറ്റി ആണ്. 11ാമത്തെ പട്ടിക എന്താണ്? പഞ്ചായത്താണ്. ഓക്കെ, അവരുടെ അധികാരങ്ങളും ചുമതലകളുമാണ്. പിന്നെ 11 നമുക്ക് റിവേഴ്സ് ഒന്ന് പോയി നോക്കിയാലോ? ഓക്കെ, അപ്പൊ 12 പഠിച്ചു. 12 മുനിസിപ്പാലിറ്റി, 11 എന്താണ്? പഞ്ചായത്തുകള്, 10 ഓക്കെ 10ലേക്ക് പോകുമ്പോ കൂറുമാറ്റം. ഓക്കെ, മാറ്റത്തിന്റെ അവസാനം ഒരു 0 കിടപ്പുണ്ടല്ലോ, അപ്പൊ 10 ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ്? 9 എന്ന് കേട്ടാൽ ഭൂപരിഷ്കരണ നിയമം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ 9, 10, 11, 12 ഇത് 4 എണ്ണമാണ് പിന്നീട് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കുന്നത്. പിന്നെ 8 എന്തായിരുന്നു? ഔദ്യോഗിക ഭാഷകളായിരുന്നു. 7 എന്തായിരുന്നു? ലിസ്റ്റുകളായിരുന്നു. 6ഉം 5ഉം അല്ലെ, 6ഉം 5ഉം ഗോത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ 6 എന്ന് പറയുന്നത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ പ്രദേശങ്ങളുടെ ഭരണമായിരുന്നു എങ്കിൽ 5ാമത്തെ പട്ടിക എന്ന് പറയുന്നത് പട്ടിക പ്രദേശങ്ങളുടെയും, അതായത് ഷെഡ്യൂൾഡ് ഏരിയാസിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയാസിന്റെയും ഭരണവും ഭരണ നിയന്ത്രണങ്ങളെ പറ്റിയിട്ടുമാണ് പറയുന്നത്. 4ാമത്തെ പട്ടികയിൽ എന്തായിരുന്നു? രാജ്യസഭയുടെ സീറ്റ് വിഭജനമാണെങ്കിൽ 3 സത്യപ്രതിജ്ഞയായിരുന്നു. വിവിധ സ്ഥാനീയങ്ങളുടെ സത്യപ്രതിജ്ഞയായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ 2ാമത്തെ പട്ടികയില് വിവിധ സ്ഥാനീയങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളുമായിരുന്നു. 1ാമത്തെ പട്ടികയില് സംസ്ഥാനങ്ങളെ പറ്റിയിട്ടും കേന്ദ്രഭരണ പ്രദേശങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നമ്മുടെ ഭരണഘടനയിലുള്ള പട്ടികകളെല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ
ചാറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇനി അങ്ങോട്ടേക്ക് എക്സാം ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും റാങ്ക് ബൂസ്റ്റർ സീരീസും എല്ലാം നിങ്ങൾക്ക് ഇനി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് കോഴ്സ് നമ്മുടെ ആ ഒരു ഡയറക്റ്റ് ലിങ്ക് വഴി തന്നെ നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് വഴി തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് കാണാം. താങ്ക്